അനിയൻ ഗൾഫിൽ നിന്ന് വന്ന പിന്നെ എല്ലാ ദിവസവും കറക്കാണ്. ഇന്നിപ്പോൾ യാതൊരു പ്ലാനും ഇല്ലാതെ തൃശ്ശൂർക്ക് വന്നതാണ്. തൃശ്ശൂർ എത്തിയപ്പോൾ തോന്നി എന്നാൽ പിന്നെ കോയമ്പത്തൂർക്ക് വിട്ടാലോ എന്ന്. ഞങ്ങളെല്ലാവരും കോയമ്പത്തൂർ കറങ്ങാനായിട്ട് ആദ്യമായിട്ടാണ് പോണത്. കോയമ്പത്തൂരുള്ള 2 റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു. ഒന്ന് അന്നപൂർണ, 2 ശ്രീ ആനന്ദാസ്. ഈ 2 റെസ്റ്റോറൻറ്റുകളും കോയമ്പത്തൂർ അത്യാവശ്യം പേര് കേട്ട റെസ്റ്റോറൻറ്റുകളാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ട് കോയമ്പത്തൂർ കറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കണ്ട തുരങ്കം കണ്ട പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കുതിരാൻ തുരങ്കം. ദീപോ കുറച്ചുകൂടി വേണ്ടായിരുന്നു. കൊങ്കണിലെ ഞാൻ പോയിട്ട് കൊങ്കൺ കേദാർനാഥ് പോകുമ്പോഴേ ബോറടിച്ചു. തുരങ്കം കണ്ടേ ബോറടിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ കറക്റ്റ് ലഞ്ച് ടൈമിൽ തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ശ്രീ ആനന്ദാസിൽ കയറിയിട്ട് തമിഴ് സ്റ്റൈല് ഒരു മീൽസ് അങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ്. 3 ഫ്ലോറായിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ സൂചി കുത്താനിടണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. ഗ്രൗണ്ട് ഫ്ലോറ് നോൺ എ സി ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ എ സി ആണ്. റേറ്റിലും ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തിരക്ക് ഇത്തിരി കുറവാണ്. എന്നിരുന്നാലും ഇവിടുത്തെ സൗകര്യങ്ങളും സർവീസും ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. ടേബിളിൽ 3 പാത്രം ഉണ്ടായിരുന്നു. ആദ്യം തുറന്നതിൽ ഉപ്പായിരുന്നു. രണ്ടാമത്തത് അച്ചാറാണ്. കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. മൂന്നാമത്തെ പാത്രത്തിൽ ചമ്മന്തിപ്പൊടി പോലത്തെ എന്തോ ഒരു പൊടിയാണ്. അത് നോക്കുമ്പോഴേക്കും നമ്മുടെ മീൽസ് എത്തിയിട്ടാണ്. വാഴലയുടെ അതേ ഷേപ്പിലുള്ള ഒരു പാത്രവും അതിൽ ഇല വെച്ചിട്ടാണ് ഐറ്റംസൊക്കെ വിളമ്പിയിട്ടുള്ളത്. നല്ലൊരു സേമിയ പായസവും പരിപ്പും തക്കാളിയും അവിയലും പിന്നെ ഇതുവരെ കാണാത്ത ഒരു പുളിയുള്ളൊരു കറി പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. തൈരുണ്ടായിരുന്നു, കാബേജ് ഉണ്ടായിരുന്നു, മസാലക്കറി ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, പിന്നെ തമിഴ് സ്റ്റൈല് അസൽ സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ വലിയ 4 പപ്പടവും. തമിഴ്നാട്ടിൽ അപ്പളം എന്നാണല്ലോ പറയാ. ചപ്പാത്തിക്ക് ഏതാ കറി കൂട്ടണ്ടേന്ന് ചോദിച്ചപ്പോഴേ അവർ തന്നെ പറഞ്ഞു മസാലക്കറി എടുത്തോളാൻ. അങ്ങനെ അതും കൂട്ടി ഒരു പീസ് അങ്ങോട്ട് കഴിച്ചു നോക്കി. ചപ്പാത്തി അത്ര വലിയ സംഭവമായില്ലെങ്കിലും കറി നന്നായിരുന്നു. അമ്മയും ദീപും 2 പേരും അതേ അഭിപ്രായം തന്നെ പങ്കുവച്ചു. ശ്രീരാജ് എൻ്റെ ഇടത് ഭാഗത്തിരുന്ന് നല്ല ഫോൺ വിളിയിലാണ്. അതുകൊണ്ട് അവനെ ശല്യപ്പെടുത്താണ്ടേ ചപ്പാത്തി പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ചോറിട്ടു. തമിഴ്നാട്ടിലെ വൈറ്റ് റൈസ് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. പണ്ട് ഗൾഫിലായിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു സ്ഥിരം കഴിച്ചിരുന്നത്. ടേബിളിലുണ്ടായിരുന്ന പൊടി ദീപുവിനും അമ്മയ്ക്കും അവർ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്താണ് ഐറ്റം എന്ന് ചോദിച്ചപ്പോഴാണ് അറിയണേ ഇത് പരിപ്പ് പൊടിയാണ്. നമ്മൾ ഈ പരിപ്പും നെയ്യും കൂട്ടി കഴിക്കുമല്ലോ, അതുപോലെ ഇവിടെ പകരം ഉപയോഗിക്കുന്നതാണ് ഈ പൊടി. അതിൻ്റെ മേലെ കുറച്ച് നെയ്യും കൂടി തൂവിക്കഴിഞ്ഞാൽ ഉഷാറായി. ആദ്യമായിട്ട് കഴിക്കണോണ്ടേ ചെറിയൊരു സംശയത്തിലാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത്. 1-2 പിടി അങ്ങോട്ട് അകത്താക്കിയപ്പോൾ ആ സംശയം മാറി. എന്തെങ്കിലും ഒന്ന് ഇഷ്ടമായാൽ അതിലൊരു കഷ്ണം പപ്പടം കൂടി പൊടിച്ച് ചേർത്ത് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണല്ലോ. ആ പതിവ് ഇവിടെയും തെറ്റിച്ചില്ല. ഒരു കഷ്ണം പപ്പടവും പൊടിയും നെയ്യും ഒക്കെ കൂടി ചേർത്ത് ഉരുട്ടി അങ്ങോട്ട് കഴിച്ചു. പെട്ടെന്ന് പൊടി കണ്ടതും ശ്രീരാജന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശ്രീരാജന് കൂടുതലും താല്പര്യം നമ്മുടെ വീട്ടിലെ തൃശ്ശൂർ സ്റ്റൈൽ ഫുഡുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ഫീലില്ലേ. അമ്മയും ദീപും വളരെ ഹാപ്പി ആയിട്ടുണ്ടാണ് കണ്ടപ്പോൾ. ആ സന്തോഷത്തിൽ ഞാൻ കുറച്ച് സാമ്പാർ എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു. കുറേ നാളായി തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ് സ്റ്റൈൽ സാമ്പാറൊക്കെ കൂട്ടിയിട്ടേ നല്ല അടിപൊളി സാമ്പാറായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. എനിക്ക് മാത്രമല്ല ദീപുവിനും നന്നായി ബോധിച്ചു.
അടുത്തതായിട്ട് ഞാൻ അവിയലാണ് എടുത്തത്. അവിയലും വൈറ്റ് റൈസും മാത്രമായിട്ട് അങ്ങോട്ട് കഴിച്ചു. സാമ്പാറായാലും അവിയലായാലും എല്ലാം കുറച്ച് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാം ഒരു തമിഴ് സ്റ്റൈലുണ്ട്. ഞാനിവിടെ അവിയലും പപ്പടമൊക്കെ കൂട്ടി പതുക്കെ അങ്ങോട്ട് കഴിച്ചു വരുമ്പോഴേക്കും ശ്രീരാജ് അവിടെ തൈര് എത്തിയിട്ടാ. എല്ലാം കൂടി കൂട്ടി കുഴച്ചടിക്കണ ആശാൻ. ഞാൻ ചോറിട്ട അപ്പം ദീപുവിനും ചോറിടണം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ. സാമ്പാർ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കേബേജ് എടുത്തിട്ട് അതും കൂട്ടി കഴിച്ചു. എങ്ങനെ ഉണ്ടായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിലേ ഒരു ഉപദ്രവമില്ലാത്ത കേബേജ്. എന്നിട്ട് സാമ്പാർ വരണ്ടായപ്പോൾ ഞാൻ കുറച്ച് പരിപ്പും തക്കാളി എടുത്തു. ചോറിൻ്റെ കൂടെ നല്ല സുഖമായിട്ട് കുഴച്ചടിക്കാൻ പറ്റിയ കറിയാണ് പരിപ്പും തക്കാളി. അതിൻ്റെ ഒരു സ്വാദും കഴിക്കുമ്പോഴുള്ള സുഖവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നല്ല ചൂടുള്ള സാമ്പാർ എത്തിയിട്ടാ. നല്ല ചൂട് സാമ്പാറും ചോറും പിന്നെ പകുതി അപ്പളവും ബാക്കിയുണ്ടായല്ലോ, എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഊണങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. മൊത്തത്തിൽ നല്ലൊരു തമിഴ് സ്റ്റൈൽ മീൽസ് ആണെന്ന് പറയാം. നല്ലതാ ഏവറേജാ? അപ്പം പായസം നല്ലതാ ഏവറേജാ? ഇവനെന്താ ഏവറേജ് എന്ന് പറഞ്ഞു? അല്ല ഈ പായസം തോട്ടം പിന്നെ നീ വെറുതെ ഏവറേജ് എന്ന് പറയേ? നല്ല അടിപൊളി പായസം. എനിക്കെല്ലാം ഇഷ്ടമായി തമിഴ് മീൽസ്. കുറേ നാളായില്ല കഴിച്ചിട്ടില്ല അമ്മ. നല്ല അടിപൊളി തമിഴ് മീൽസ്. ഇതാണ് നമ്മൾ കഴിച്ച ടോട്ടൽ ബില്ല്. പ്രൈസൊക്കെ വളരെ റീസണബിൾ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ കുറേ നാളായിട്ട് ശ്രീ ആനന്ദാസിൽ ഒന്ന് കയറണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് പൂർത്തീകരിച്ചു. ശേഷം ഞങ്ങൾ നേരെ ലുലുവിൻ്റെ അവിടേക്ക് നടന്നു. അങ്ങോട്ട് കിട്ടണില്ലൊക്കത്തിനും കൂടി. ഈ ഒരു ഏരിയയ്ക്ക് പറയണത് ലക്ഷ്മി മിൽസ് എന്നാണ്. ലക്ഷ്മി മിൽസിൻ്റെ അകത്താണ് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത്. ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് അടിപൊളിയാണ്. നല്ലൊരു ക്യാമ്പസും ഉണ്ട് അവിടെ തന്നെ. കുറച്ച് മരങ്ങളും ബെഞ്ചും ഒക്കെ ആയിട്ട് ഞങ്ങളവിടെ ഇരുന്ന് ഓരോ ചിൽഡ് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ചു. അമ്മയും ഞാനും സ്ട്രോബെറി, ശ്രീരാജും ദീപു ഓരോ ഷെയ്ക്കൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ചിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇഷ വരെ ഒന്ന് പോകാമെന്ന് വിചാരിക്കണം. കുറേ നാളായി ഇഷയിലൊക്കെ പോകണമെന്ന് വിചാരിക്കണം. ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് പോണതാണ്. ഒരു പ്ലാനും ഇല്ലാത്തൊരു കോയമ്പത്തൂർ വരവായിരുന്നു. ഫുഡ് അടി മാത്രമേ നടന്നിട്ടുള്ളൂ അല്ലേ ദീപ? 350 മീറ്റർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ ലെഫ്റ്റ് ഇന്ത ലെഫ്റ്റ് താ. കോയമ്പത്തൂർ ലുലുവിൻ്റെ അവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്ററാണ് ഇഷയിലേക്ക്. നല്ല പാട്ടൊക്കെ വെച്ച് ഒരു 1 അവർ ഡ്രൈവ്. സമയം പോയത് അറിഞ്ഞേയില്ല. അങ്ങനെ പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് ഞങ്ങൾ ഇഷയുടെ മെയിൻ കവാടത്തിലേക്ക് എത്തി. കവാടം അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു കുളിർമയാണ്. ചുറ്റും മലകളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശ്രമമാണ് ഇഷയുടേത്.
കവാടം കടന്ന് കുറച്ചുകൂടെ അകത്തോട്ട് പോയിട്ടാണ് പാർക്കിംഗ് ഒക്കെ. ആഹാ എന്ത് രസമല്ലേ, ഒന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സായി പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഇഷയിലേക്കുള്ള വരവ് പിന്നെ ആവട്ടെ എന്ന് ഓരോ തവണയും വിചാരിക്കും. പക്ഷെ ഇത്തവണ വന്നപ്പോഴാണ് മനസ്സിലായ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വലതു ഭാഗത്തായിട്ടാണ് കാർ പാർക്കിംഗ് ഒക്കെ. 30 രൂപയാണ് പാർക്കിംഗ് ചാർജ്. വളരെ വിശാലമായിട്ട് ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന പാർക്കിംഗ് സ്പേസാണ്. ഞങ്ങളുടെ വണ്ടി വരുന്നിടത്തുനിന്ന് നേരെ നോക്കുമ്പോൾ ആദിയോഗിയുടെ വലിയ സ്റ്റാച്ചു കാണാം. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ കാലികളൊക്കെ ഇങ്ങനെ മണിശബ്ദമൊക്കെ മുഴക്കി പോകുന്നുണ്ടായിരുന്നു. നല്ല തണുത്ത ഇളം കാറ്റും. കുറേ നേരം അതൊക്കെ നോക്കി വെറുതെ അങ്ങനെ നിന്നു. ദീപ ഞങ്ങൾ ഈ ഷേലെത്തിയതേ നല്ല ചായയുടെ സമയത്താണ്. അപ്പോൾ ഓരോ ബജിയും ചായയൊക്കെ അടിച്ചിട്ട് ആദിയോഗിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ചായ കൊള്ളായിരുന്നു, പക്ഷെ ബജിയിൽ തീരെ ഉപ്പുണ്ടായിരുന്നില്ല. 112.4 അടിയാണ് ആദിയോഗി പ്രതിമയുടെ ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അർദ്ധകായ പ്രതിമ എന്നുള്ള രീതിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ള പ്രതിമയാണ് ആദിയോഗി. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ശ്രീരാജും ദീപും അമ്മയ്ക്ക് എത്തി. ഞങ്ങൾ പതുക്കെ ആദിയോഗിയുടെ അവിടേക്ക് നടന്നു. അമ്മയും ദീപും വളരെ സ്ലോ ആണ് നടത്തത്തിൽ. ഈ അടുത്തൊന്നും അങ്ങോട്ട് എത്തുമെന്ന് തോന്നണില്ല. ഈ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല തണുത്ത കാറ്റും ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടുപോയനെ. കണ്ടില്ലേ, ശ്രീരാജ് അവിടെ കാത്തു നിൽക്കുകയാണ് ഞങ്ങളെ. എപ്പത്താനാ അപ്പം ഇങ്ങനെ മേടമാരി വേഗത്തോ? പണ്ട് സജിൻ ഭായി എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് ഈ ധ്യാനലിംഗം. നമ്മുടെ 7 ചക്രാസും ഹൈ എനർജിയിൽ എത്തുന്ന രീതിയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു ഹൈ എനർജി സോഴ്സാണിത്. ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ മെഡിറ്റേറ്റഡ് ആയി പോകുന്നൊക്കെയാണ് സജിൻ ഭായി പറഞ്ഞത്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനായിട്ട് തയ്യാറായി തന്നെ വരണം. ഇന്നിപ്പോൾ ഞങ്ങൾ ആദിയോഗി മാത്രം കണ്ടിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. അങ്ങനെ ആദിയോഗിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം ആ വലിയ പ്രതിമയെ നോക്കി നിന്നു. ഈ ഒരു പ്രതിമ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സദ്ഗുരു ജഗ്ഗി വാസുദേവാണ്. സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ആദിയോഗി പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 500 ടണ്ണിലേറെയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു. നല്ല കാറ്റും ചെറിയൊരു തണുപ്പും അല്ലേ? അത്ര ചൂടൊന്നുമില്ല ഇപ്പൊ തീരെ. അമ്മയ്ക്ക് നല്ല സന്തോഷമായി ഇവിടെ വന്നപ്പോൾ. അപ്പം ശ്രീരാജ് വന്നുകൊണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റി. അല്ലെങ്കിലോ ബസ് കയറി ഉപ്പാട് അളക്കാനും അല്ല സൂര്യാസ്തമീനാണ് എനിക്ക് കണ്ട. ഇതുമല്ലേ ശ്രഷമുണ്ടെന്ന് പറയണേ 7:30. ഇവിടെ ഇരുന്നാൽ സുഖമായിട്ട് കാണാം. എല്ലാവരും എനിക്ക് നമ്മളെ മുമ്പിൽ വന്നിട്ട്. സമയം ഇരുട്ടി തുടങ്ങി. ഓരോ സമയത്തും ആകാശത്തിൻ്റെ നിറം ഇങ്ങനെ മാറി വന്നു. ഇരുട്ടുന്നതിനനുസരിച്ച് തിരക്കും കൂടി വന്നു. നമ്മൾ ഈ പൂരപ്പറമ്പിൽ നാടകം കാണാൻ പോയ പോലത്തെ ഒരു ഫീല്. ദേ ഈ അമ്മാവനൊക്കെ നോക്കിയേ, കറക്റ്റ് ആ പൂരപ്പറമ്പിൽ ഇരിക്കുന്ന പോലെ ഇല്ലേ? ഒരു കപ്പലണ്ടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഉഷാറായേനും. കുറേ നാളായി ഇങ്ങനെ ചുമ്മാ വെറുതെ ആകാശമൊക്കെ നോക്കി ഇരുന്നിട്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തിനൊക്കെ കാണുമ്പോൾ പഴയ ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ വരിക. അതൊക്കെ ഒരു കാലം. അങ്ങനെ നമ്മുടെ ലേസർ ഷോ തുടങ്ങാൻ പോവാണ്. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. ஆதியோகி திவ்ய தரிசனம் நிகழ்ச்சிக்கு வருகை தந்திருக்கும் உங்கள் அனைவரையும் அன்புடன் வரவேற்கிறோம்.
still. People saw that he was experiencing dimensions that no one had ever known or able to fathom, as they could not tear themselves away from him. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha. Yoga Yoga അങ്ങനെ നല്ല അടിപൊളി ലേസർ ഷോ ഒക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇഷയെന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ അന്നപൂർണയിലേക്കാണ് പോണത്. കോയമ്പത്തൂരിൻ്റെ അഭിമാനമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് അന്നപൂർണ. അവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ ഡിന്നർ അന്നപൂർണയിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അന്നപൂർണയിലേക്ക് എത്തുമ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല തിരക്കും ഉണ്ട്, ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട്. നമ്മുടെ പാരഗണിലൊക്കെ ഉള്ള പോലെ കൃത്യമായി എഴുതി വെച്ചിട്ടാണ് വരുന്നവർക്ക് ടേബിളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സീറ്റൊക്കെ കിട്ടി. ഒരു ആനേനെ കിട്ടിയാൽ തിന്നാനുള്ള വിശപ്പായിട്ടാണ് ദീപ് ഇരിക്കുന്നത്. എന്താണെന്നറിയില്ലേ, പണ്ടത്തെ അത്ര വിശപ്പ് ശ്രീരാജനില്ലാട്ടാ. ഗൾഫിൽ പോയാൽ മനുഷ്യന്മാർ ഇങ്ങനെ മാറും. അമ്മ എപ്പടി ഇருக்கு ഇന്ന കോയമ്പത്തൂർ ട്രിപ്പ് சொல்லு. நல்லதா? അന്നേക്ക് உங்களுக்கு ഉടമ്പ് ശരിയായി വരില്ലല്ലേ? ചില നേരത്ത് തമിഴ് പറയാൻ നോക്കിയാലേ നമ്മളിങ്ങനെ വെള്ളം കുടിച്ചു പോവും. കുറച്ച് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആദ്യം വന്നത് പൂരി, സാമ്പാർ വട, പിന്നെ ഒരു മസാല ദോശയാണ്. സാമ്പാർ വട കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. അതുപോലെ തന്നെയാണ് പൂരിയും. കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയെന്ന്. പൂരിയുടെ കൂടെ മസാല കൂടാണ്ട് ചട്നിയുണ്ട്, ചമ്മന്തിയുണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ പിന്നെ കേരളത്തിലെ പോലെ ചട്നിക്ക് സാമ്പാറിനൊന്നും ഒരു പഞ്ഞുമില്ല. ദോശയുടെ ഒരു പീസ് നാവിൽ വെച്ചതും അടിപൊളിയുണ്ടെന്ന് ശ്രീരാജ് പറഞ്ഞു. മസാല ദോശ എല്ലാവരും അറ്റാക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. കലക്കിണ്ട ഓ മസാല വെറുതല്ല ആൾക്കാരെ പറഞ്ഞതാ. മസാല ദോശ അങ്ങോട്ട് കഴിക്കുമ്പോഴേക്കും അടുത്ത റൗണ്ട് ഐറ്റംസ് എത്തിയിട്ട. ഇനി ഒന്നും നോക്കാനില്ല, വെച്ചങ്ങോട്ട് പേട്ടയ്ക്ക് തന്നെ. അടിപൊളിയുണ്ട്.
കഴിച്ച എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു. അവസാനമായിട്ട് ഓരോ ജിലേബി കൂടി പറഞ്ഞു. ജിലേബി ഇതൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇത്രയും നല്ല ജിലേബി അടുത്ത കാലത്തൊന്നും കഴിച്ചതായിട്ട് ഓർക്കണില്ല. അത്രയും ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ജിലേബി. ശ്രീ ആനന്ദാസിലെ ഫുഡിനെ പറ്റി അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നപൂർണ്ണയിലെ ഫുഡ് അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ ഏറെ നാളായിട്ടുള്ള ഞങ്ങളുടെ കോയമ്പത്തൂർ ട്രിപ്പ് എന്നുള്ള ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.